ഹലോ ഗൈസ്, ഞാൻ എൽജോ സഞ്ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ലാസ്റ്റ് വീക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജർമ്മനിയുടെ പുതിയതായിട്ട് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചുള്ളത്. നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയി കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടി നമുക്ക് വരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എന്തൊക്കെയുള്ള ആളുകൾക്കാണ് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എത്ര നാളെടുക്കും, അതിൻ്റെ പ്രോസസ്സിംഗ് ഫീ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നമ്മൾ ആ പറഞ്ഞിരുന്ന ഓപ്പർച്യൂണിറ്റി കാർഡ് ആക്ച്വലി അത് ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. ഇന്ന് 2024 ജൂൺ 1 തീയതിയാണ്. സോ അവർ പറഞ്ഞതുപോലെ തന്നെ അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ അപ്പോൾ അത് എങ്ങനെയാണ് അതിനുള്ള ആപ്ലിക്കേഷൻ വെക്കേണ്ടത്, അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, അതിൻ്റെ ബാക്കി ഫർദറായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്താൽ ഈ ഒരു കാർഡ് നമുക്ക് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും, അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുന്ന കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഇതിൻ്റെ പ്രോസസ്സിങ്ങിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അത് കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തിയാൽ മതി. നമുക്ക് ഡെഫിനറ്റ്ലി ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. സോ അപ്പം നമുക്ക് അധികം വലിച്ചു നീട്ടാൻ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോവാം. പറഞ്ഞായിരുന്നു ഓപ്പർച്യൂണിറ്റി കാർഡിന് പല ബെനിഫിറ്റുകളുണ്ട്. ജർമ്മനിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ജോബ് സീക്കർ വിസ എന്ന് പറയുന്ന ഒരു വിസ നമുക്ക് നേരത്തെ പലർക്കും അറിയാതെ എന്താണെന്നുള്ളത്. അപ്പോൾ ജോബ് സീക്കർ വിസയും ഓപ്പർച്യൂണിറ്റി കാർഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോബ് സീക്കർ വിസയിൽ നമുക്ക് 6 മാസമായിരുന്നു ജർമ്മനി പോയി സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ. പക്ഷേ ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ കേസിൽ വരുമ്പോൾ അത് 1 ഇയർ വരെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈവൻ ജെനുവിൻ ആയിട്ടുള്ള റീസൺസ് കാണിച്ചാൽ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പാർട്ട് ടൈം ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 20 മണിക്കൂറോളം നമുക്ക് ജർമ്മനി പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും നമുക്കൊരു ജോബ് സെർച്ച് നടത്തുന്ന സമയത്ത്. പക്ഷേ ഇവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മളൊരു നല്ലൊരു സ്കിൽഡ് കാറ്റഗറി പെടുന്ന ഒരു എംപ്ലോയി ആയിരിക്കണം, അല്ലെങ്കിൽ സ്കിൽഡ് കാറ്റഗറി പെടുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് കിട്ടാൻ വേണ്ടി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്കകത്ത് വരുന്നത് നമുക്ക് മിനിമം ഫണ്ട് റിക്വയർമെൻറ്റ് വരും. അതേപോലെ തന്നെ നമ്മുടെ ഏജ്, അതേപോലെ തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ അപ്പോൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം. സോ അപ്പം അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വെബ്സൈറ്റിനകത്ത് ഇതിനു വേണ്ടി റിക്വയർമെൻറ്റ്സും ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നും പോയിന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാവുന്നതാണ്. കംപ്ലീറ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു പോർട്ടലും കൂടെ അവൈലബിൾ ആവും. അധികം താമസിക്കാതെ തന്നെ ആ പോർട്ടൽ അവൈലബിൾ ആവുമെന്നാണ് നമുക്ക് ഈ വെബ്സൈറ്റ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഒരു പാർട്ട് ടൈം ജോബോ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ജോബോ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ഹെൽപ്ഫുൾ ആവുന്ന ഒരു പോർട്ടലായിരിക്കും. ജർമ്മനി ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ നാട്ടിലിരുന്നുകൊണ്ട് പോലും നമുക്ക് ആ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു പോർട്ടലായിരിക്കും ഇത്. അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യമേ ഒരു ഫണ്ട് റിക്വയർമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ആ ഫണ്ട് റിക്വയർമെൻറ്റ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു പാർട്ട് ടൈം ജോബ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ, നാട്ടിലിരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ പാർട്ട് ടൈം ജോബ് കാണിച്ചുകൊണ്ട് നമുക്ക് ഫണ്ട് റിക്വയർമെൻറ്റിന് പകരം ഇത് കാണിച്ചുകൊണ്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിപ്പം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ആക്ച്വലി നമ്മുടെ ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ വെബ്സൈറ്റ്. ഇത് ആക്ച്വലി നമുക്ക് ഈ ഒരു വെബ്സൈറ്റിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിന് വരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് നമുക്ക് കാണാൻ പറ്റും. ആദ്യമേ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്താണെന്ന് ഇവിടെ ആക്ച്വലി ഇവർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് വെച്ചിട്ട് ഒരു നോൺ EU കൺട്രിയിൽ നിന്നുള്ള ഒരാൾക്ക് ജർമ്മനിയിൽ എൻട്രി ചെയ്യാനും അതേപോലെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ജോബ് കണ്ടുപിടിക്കാനും ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എല്ലാം ഇവിടെ ക്ലിയർ ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ടുള്ള ലാംഗ്വേജ് പ്രൊഫഷ്യൻസി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് നമുക്ക് വിസയ്ക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് എംബസിയിൽ നമ്മുടെ വിസ പ്രോസസ്സിങ്ങിന് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ സഫീഷ്യൻറ്റ് ഡോക്യുമെൻറ്റ്സ് വേണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കാനഡയുടെ എക്സ്പ്രസ് എൻട്രി നോക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ PR നോക്കുന്ന പോലെയൊക്കെ അത് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അത് നോക്കിയിട്ടുള്ള
ആളുകൾക്ക് അറിയാം ഇതെങ്ങനെയാണ് ഈ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം വർക്ക് ആവുന്നത്. ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ജർമ്മനിയുടെ ഓപ്പർച്യൂണിറ്റി കാർഡും. അപ്പോൾ ഇതിൻ്റെ പോയിന്റ്സ് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യമേ നമുക്ക് വേണ്ടത് ഇതിനകത്ത് പോയിന്റ് കിട്ടാൻ വേണ്ടത് നമുക്ക് വിദേശത്തോ ജർമ്മനിയിലോ നമുക്ക് പഠിച്ചിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ, അതായത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടാവണം. ഒരു പ്രൊഫഷണൽ ഡിഗ്രി അങ്ങനെയുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് 4 പോയിന്റ്സ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള മറ്റൊരു മാർഗ്ഗമാണ്, അതായത് 3 പോയിന്റ്സ് കിട്ടാനുള്ളത്. അതായത് നമുക്ക് കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 5 വർഷം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് 3 പോയിന്റ്സ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 35 വയസ്സിന് താഴെയാണെങ്കിൽ നമുക്ക് അവിടെ 2 പോയിന്റ്സ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ 1 പോയിന്റ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ 35 വയസ്സ് കഴിഞ്ഞു പോയി അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട. 35 വയസ്സിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. 40 വയസ്സ് വരെയുള്ള ഒരാൾക്ക് 35 to 40 വയസ്സ് വരെയുള്ള ആൾക്ക് 2 പോയിന്റിന് പകരം 1 പോയിന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു പോയിന്റ് കിട്ടാനുള്ള ഒരു സ്ഥലമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമുക്ക് C1 ഉണ്ടെങ്കിൽ നമുക്ക് 1 പോയിന്റ് കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പോയിന്റ് ബേസ്ഡ് നമുക്ക് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയിന്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മേഖലകൾ. അപ്പോൾ മിനിമം 6 പോയിന്റെങ്കിലും നമുക്ക് ഉണ്ടാവണം ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊന്ന് നോക്കുക, നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് പോകുന്ന സമയത്ത് നമുക്കിവിടെ ആപ്ലിക്കേഷൻ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ ആപ്ലിക്കേഷൻ അസിസ്റ്റൻറ്റിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുവാണ് ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. സോ അപ്പോൾ ആദ്യമേ നമുക്കിവിടെ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ നാഷണാലിറ്റി എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മളെല്ലാവരും ഇന്ത്യക്കാരായതുകൊണ്ട് നമ്മൾ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. നമ്മൾ കൺട്രി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്തായിട്ട് ചോദിക്കുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ ഏത് രാജ്യക്കാരനാണ് നമ്മുടെ നാഷണാലിറ്റി എന്താണെന്നുള്ളത്. അത് ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇന്ത്യൻ നാഷണാലിറ്റി തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും രാജ്യത്തിൻ്റെ നാഷണാലിറ്റി കൂടെ നമുക്കുണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കണം. സിറ്റിസൺഷിപ്പ് ചില രാജ്യങ്ങളിൽ മൾട്ടിപ്പിൾ സിറ്റിസൺഷിപ്പ് ഒക്കെ അലോ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്യണം. പക്ഷേ ഇന്ത്യയുടെ കേസസിൽ നമുക്ക് സിംഗിൾ നാഷണാലിറ്റി അല്ലെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോ കൊടുക്കാം. നോ കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മളോട് ചോദിക്കും ഡു യു ഹാവ് എ ക്വാളിഫിക്കേഷൻ ദാറ്റ് റിക്വയർഡ് അറ്റ്ലീസ്റ്റ് 2 years ടു കംപ്ലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. അതായത് നമുക്കിതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിഗ്രി 2 വർഷമെങ്കിലും എടുത്തിട്ടുള്ള ഒരു ഡിഗ്രി നമുക്കുണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ യെസ് ഐ ഹാവ് ദ യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിയുമ്പോഴത്തേന് നമ്മളോട് ചോദിക്കും ഡു യു ഒബ്റ്റെയിൻ യുവർ ക്വാളിഫിക്കേഷൻ ഇൻ ജർമ്മനി ഓർ ഈസ് ഇറ്റ് എ പാർഷ്യൽ ഓർ ഫുള്ളി റെക്കഗ്നൈസ്ഡ് ദയർ. സോ അതായത് നമുക്ക് ജർമ്മനിയിൽ നിന്ന് നമ്മൾ നേടിയ ഒരു ക്വാളിഫിക്കേഷൻ ആണോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് ജർമ്മനി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതാണോ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സോ അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന യെസ് മൈ ക്വാളിഫിക്കേഷൻ ഈസ് ഫുള്ളി റെക്കഗ്നൈസ്ഡ് ഇൻ ജർമ്മനി എന്നുള്ള ഓപ്ഷനാണ്. സോ അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിയുമ്പോഴത്തേന് നമ്മളോട് ചോദിക്കും ജർമ്മൻ നമുക്ക് അറിയാമെന്നുള്ളത്, നമുക്ക് എത്രത്തോളം ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പം ജർമ്മൻ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ കോഴ്സ് ചെയ്തിട്ടില്ല, എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക. നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ B2 ലെവൽ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് B1 A2 A1 നമുക്ക് ഏതാണോ വേണ്ടത്, മിനിമം A1 എങ്കിലും വേണം. അപ്പം ഞാനിവിടെ നമുക്ക് ഇപ്പോൾ A2 എന്നുള്ളതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മളോട് ചോദിക്കും നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നു, നമ്മൾ ഫ്ലുവൻ്റ് ആണോ, അതേപോലെ തന്നെ ബിസിനസ് ലെവലാണോ, അതേപോലെ ബേസിക് ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ C1 സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളോട് നമ്മുടെ ഏജ് ചോദിക്കും. നമ്മൾ 18 to 34 നിൽക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ 35 to 39 നിൽക്കുന്ന ആളാണോ, അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള ആളാണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് നിലവിൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡിന് എലിജിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ നമ്മുടെ ഏജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പം 18 to 34 കാറ്റഗറിയിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളോട് ചോദിക്കുന്നതാണ് നമുക്ക് എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത്, അതായത് നമ്മൾ പഠിച്ച കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളത് കൊടുക്കുന്നു. അതിനുശേഷം ഹൗ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഡു യു ഹാവ് ഇൻ ദ ഫീൽഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ 2 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന്, നമുക്ക് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 2 വർഷമെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 5 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവണം. അപ്പം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് 5 years ഓഫ് എക്സ്പീരിയൻസ് ലാസ്റ്റ് 7 years സെലക്ട് ചെയ്തു. അതിനുശേഷം അതായത് ഷോർട്ടേജ് ഒക്യുപ്പൻസി ലിസ്റ്റിൽ വരുന്ന ഒരു ജോബാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മളിവിടെ മാൻഡറ്ററി ആയിട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി കൊടുക്കുകയാണ്. നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ സെക്ടർ, അതായത് ടീച്ചേഴ്സിനൊക്കെ ഇത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനൊക്കെ ഈ ഒരു മാർഗ്ഗം യൂസ് ചെയ്യാം. അപ്പം ഇവിടെ ഞാനിപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റും, സ്വാഭാവികമായിട്ടും നമുക്കിവിടെ കഴിഞ്ഞ
5 വർഷത്തിനുള്ളിൽ നമ്മൾ 6 മാസമെങ്കിലും ജർമ്മനിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇത് മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ജർമ്മനി പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, അത് ചുമ്മാ സ്റ്റേ ചെയ്താൽ പോരാ. ഇപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസയിൽ ഒരു ടൂറിസ്റ്റ് പർപ്പസിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. അതേസമയം നമ്മളൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഒരു ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി നിങ്ങൾ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ആപ്ലിക്കബിൾ ആവും. അങ്ങനെ ഉണ്ടെങ്കിൽ 6 മാസമെങ്കിലും നിങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ പോയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ അത് നോ എന്നാണ് കൊടുക്കുന്നത്. നോ കൊടുത്തു കഴിയുമ്പോഴത്തേന് അടുത്ത സ്റ്റെപ്പിൽ നമ്മളോട് ചോദിക്കും നമ്മുടെ പാർട്ണറായിട്ടുള്ള ആൾ, സ്പൗസ് ആയിട്ടുള്ള ആൾക്ക് ജർമ്മനിയിൽ ഓപ്പർച്യൂണിറ്റി കാർഡിന് എലിജിബിലിറ്റി ഉണ്ടോ, അതേപോലെ തന്നെ ആളും കൂടെ ഓപ്പർച്യൂണിറ്റി കാർഡ് നോക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ നമുക്കിവിടെ അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് കൊടുക്കുക. യെസ് ഐ വുഡ് ലൈക്ക് ടു മൂവ് ടു ജർമ്മനി വിത്ത് മൈ പാർട്ണർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് നോ കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ചോദിക്കും നമ്മുടെ പാർട്ണറിന് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാർട്ണറിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ 5 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും മിനിമം, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതേപോലെ തന്നെ ഫണ്ട് റിക്വയർമെൻറ്റ്സിൻ്റെ ആവശ്യങ്ങൾ വരും. അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ വരും. അതേപോലെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഇതെല്ലാം ഉള്ള ഒരാളാണെങ്കിൽ നമുക്കവിടെ മാർക്ക് ചെയ്യും എസ് മൈ പാർട്ണർ ഈസ് ക്വാളിഫൈഡ് ആൻഡ് ഫുള്ളി റെക്കഗ്നൈസ്ഡ് ഇൻ ജർമ്മനി എന്നുള്ളത്. അതല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. അന്നേരത്തേക്ക് നമ്മളോട് ചോദിക്കും ജർമ്മനി പോയി സ്റ്റേ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവിടെ നമുക്ക് 1 വർഷത്തേക്ക് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് നമുക്ക് എത്ര രൂപ വേണം, അല്ലെങ്കിൽ എത്ര യൂറോസ് വേണം എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് 12,324 യൂറോസാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിലാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന് പ്രത്യേകതയുണ്ട്, ഇത് നമുക്ക് കാണിച്ചിട്ട് ജസ്റ്റ് വിസയുടെ സമയത്ത് കാണിച്ചിട്ട് തിരിച്ച് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇതിനകത്ത് ഇടുന്ന ഫണ്ട് നമുക്ക് ഓരോ മന്ത്ലി നമ്മുടെ അവിടുത്തെ ചിലവുകൾക്ക് വേണ്ടി മന്ത്ലി ഒരു മിനിമം എമൗണ്ട് എന്നുള്ള രീതിയിൽ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അപ്പം നമുക്കത് ഉണ്ടോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ എസ് ഐ ഹാവ് ദ ഫിനാൻഷ്യൽ മീൻസ് എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. അത് കഴിയുമ്പോഴത്തേന് ഡു യു ഹാവ് ഓൾറെഡി എ ജോബ് ഓഫർ ഫ്രം എംപ്ലോയർ ഇൻ ജർമ്മനി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്കൊരു ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം അത് നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഏതാണോ നോ ആണോ എസ് ആണോ എന്നുള്ളത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആദ്യം ഞാൻ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഓപ്പർച്യൂണിറ്റി കാർഡ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്, അതായത് ഫിനാൻഷ്യലി നമുക്ക് ആ ഒരു ഫണ്ട് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ പാർട്ട് ടൈം ഒരു ജോബ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ, നാട്ടിലിരുന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ അതിനുവേണ്ടി നമ്മളെ ഈ ഒരു വെബ്സൈറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് തന്നെ ഒരു പോർട്ടൽ അവൈലബിൾ ആണ്. അതിന് ഇപ്പം നിലവിൽ വന്നിട്ടില്ല, അധികം താമസിക്കാതെ വരുമെന്നാണ് അവർ അനൗൺസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് അവിടെ പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് അപ്ലൈ ചെയ്ത ഒരു എംപ്ലോയർ നമുക്കൊരു ജോലി തന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു മാർഗ്ഗത്തിലൂടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഇപ്പം നമ്മുടെ കേസിൽ ഇപ്പോൾ ഇവിടെ എംപ്ലോയർ നമുക്ക് ജോബ് ഓഫർ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നോ കൊടുക്കുന്നു. അത് കഴിയുമ്പോഴത്തേനും നമ്മളോട് നമ്മുടെ നെയിമും അതേപോലെ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും ചോദിക്കും. അപ്പം നമ്മളത് കൊടുക്കുന്നു. ഇപ്പം ഞാനിവിടെ എൻ്റെ നെയിമും അതേപോലെ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും കൊടുക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് സബ്മിറ്റ് അടിക്കുന്നു. സബ്മിറ്റ് അടിക്കുന്ന സമയത്ത് നമുക്കൊരു കൺഫർമേഷൻ പോലെ നമുക്കൊരു സ്ക്രീൻ വരും. ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്കിതിനകത്ത് എത്ര പോയിൻറ്റ്സ് ആണ്, എങ്ങനെയാണ് നമുക്കിതിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മളോട് എന്തൊക്കെ കാര്യങ്ങൾ റെഡിയാക്കണമെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പ്രൂവ് ഫിനാൻഷ്യൽ മീൻസ് എന്നുള്ളത്. സോ അപ്പോൾ അതേപോലെ തന്നെ അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒന്നിച്ച് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. മന്ത്ലിയാണ് വിഡ്രോവൽ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ബാങ്കിൻ്റെ ഓപ്ഷനും കൂടെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. സോ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഒരു ജോബ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പ്ലാറ്റ്ഫോം ആയിട്ടുള്ള നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം തന്നെ നമുക്കിവിടെ ജോബ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോകുന്ന സമയത്ത് നമുക്ക് വേണം, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമും ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക, എന്നിട്ട് അതിൻ്റേതായിട്ടുള്ള കറസ്പോണ്ടിങ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്, അതായത് ഇന്ത്യയിലുള്ള ഒരാൾ എങ്ങനെ ജർമ്മൻ എംബസിയിൽ നമുക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാമെന്നുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത് ഇതൊരു തേർഡ് പാർട്ടി വെബ്സൈറ്റാണ്. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളെ ഇതിനു വേണ്ടി അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വെബ്സൈറ്റിൻ്റെ യൂസ്. അല്ലാതെ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഡയറക്റ്റ് വിസ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയുള്ളത് അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ അല്ല. ഇത് നമ്മളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജർമ്മൻ എംബസിയുടെ ലിങ്ക് തന്നിട്ടുണ്ട്. സോ ഈ ലിങ്കിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക്
ഈ പറഞ്ഞ ബാക്കി പ്രോസസ്സുകൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനകത്തൊന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ക്വാളിഫിക്കേഷൻ എല്ലാം വെച്ചിട്ട് നമ്മൾ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ വെബ്സൈറ്റ് നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ മുൻകരുതലുകൾ എടുക്കണോ എന്നുള്ള കാര്യങ്ങൾ ഈ വെബ്സൈറ്റ് നമ്മളെ സഹായിക്കും. അതിനുശേഷം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ജർമ്മൻ എംബസിയുടെ ലിങ്ക് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഒരു പുതിയ ടാബിനകത്ത് നമ്മളത് എടുക്കുന്നു. അന്നേരത്തേക്ക് നമ്മുടെ ജർമ്മനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് വരും. സോ ഇതിനകത്ത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിനു വേണ്ടിയുള്ള ഓൺലൈൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എംബസി പോയിട്ട് നമുക്ക് ഡയറക്റ്റ് വേണേൽ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ ഓൺലൈൻ ചെയ്യാൻ വേണ്ടി ചെക്ക് ഗവൺമെൻറ് വെബ്സൈറ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതിനകത്ത് ഇപ്പം നമ്മുടെ ആ പേജ് ലോഡായി. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഫുള്ള് വായിച്ച് നോക്കുക. അല്ലാതെ ചുമ്മാ നമ്മൾ ആദ്യമേ ചാടിക്കയറി അപ്ലൈ ചെയ്യരുത്. ഫുള്ള് കാര്യങ്ങളും വായിച്ച് നോക്കുക. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇതിനു വേണ്ടി നമ്മൾ ഫീസും കൊടുത്ത് നമ്മൾ വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം വായിച്ച് നോക്കുക. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് ഇവിടെ കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ്, അപ്പോൾ ഇവിടെ നമുക്കിതുണ്ടോ ഈ താഴെയായിട്ട് നമുക്കൊരു ഓപ്ഷൻ, ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ സ്ഥലത്ത് പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആദ്യം തന്നെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് കൺട്രി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇന്ത്യ ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അന്നേരത്തേക്ക് നമ്മളോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കും. ഏതാണ് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള എംബസി ഓഫീസ് വരുന്നത് എന്നുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് ബാക്കി ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പ്രോസസ്സ് ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കണം ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അത് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇന്നോ നാളെയോ ആയിട്ട് ഇത് ഈ ഓപ്ഷൻസ് എനേബിൾ ആവും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ എനേബിൾ ആയിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ എംബസിയുടെ ഓഫ്ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടി. ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ അല്ലാതായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു 2 days കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ എംബസി ത്രൂ നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. സോ അതാണ് ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടിയുള്ള എൻ്റയർ പ്രോസസ്സ്. സോ അപ്പം നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യമേ തന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം നിങ്ങളൊന്ന് പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ നമ്മുടെ ആദ്യമേ കാണിച്ച വെബ്സൈറ്റിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് എംബസിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് കൺവീനിയൻറ്റ്, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതല്ല അത് ആ ഓപ്ഷൻ എനേബിൾ ആവുന്നില്ലെങ്കിൽ ഡയറക്റ്റ് എംബസിയെ കോൺടാക്ട് ചെയ്യുക. ഓഫ്ലൈൻ ആയിട്ടുള്ള എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളിത് എയർലി സ്റ്റേജ് ആയതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ പറയാത്തത്. ഇതിന് കൂടുതൽ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അഡീഷണൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു 2 days കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വരുന്നുണ്ടെന്ന് നോക്കാം. വരുന്നതനുസരിച്ച് നമ്മൾ ഓഫ്ലൈനായിട്ട് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കമൻസ്, ഡൗട്ട്സ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റ്സിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ജോബ് സീക്കർ വിസയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും വരുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും. ബാക്കി കാര്യങ്ങളല്ല, ഇതിപ്പോൾ എയർലി സ്റ്റേജ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഇത് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും, ചെയ്യുന്നതായിരിക്കും. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നമുക്കപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.